ഹായ് ഫ്രണ്ട്സ്, കുങ്ഫു ആൻഡ് ഫിറ്റ്നസ് ഗൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഫെലിസ് ജോഷി. ഡെയിലി വീട്ടിൽ ചെയ്യാവുന്ന 10 മിനിറ്റ് വ്യായാമത്തെക്കുറിച്ച് വീഡിയോ ചെയ്യാമോ എന്ന് പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അത്തരത്തിലൊരു വീഡിയോ ആണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള വ്യായാമം കൊണ്ട് ഡെയിലി നിങ്ങൾ വീട്ടിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ബോഡി സ്ട്രെങ്തൻ ചെയ്യാനും അതുപോലെ ശരീരത്തിൻ്റെ ഭാരം കുറക്കാനും, ഇപ്പോൾ അമിതവണ്ണമുള്ളവരൊക്കെ ആണെങ്കിൽ വണ്ണം കുറക്കാനും അതുപോലെ വയറ് കുറക്കാനൊക്കെ ഈ ഒരു വ്യായാമം സഹായിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്കൊരു ഫ്രീ ജമ്പ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കാലിൻ്റെ ടോ വശം താഴെ ടച്ച് ചെയ്യുന്നില്ല, ഹീല് ടച്ച് ചെയ്യേണ്ട, ഫ്രണ്ട് ടോ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ജമ്പ് ചെയ്യാം. ഫ്രീ ജമ്പ് എന്നാണ് ഇതിനെ പറയുന്നത്. ഫ്രീ ആയിട്ട് ഇപ്പോൾ ഇതുപോലെ ജമ്പ് ചെയ്യുക, ഹീല് താഴെ ടച്ച് ആവേണ്ട. ഒരു 30 സെക്കൻഡ് ഈ ഒരു ജമ്പ് ചെയ്യുക. അതിനുശേഷം ഒന്ന് റെസ്റ്റ് കൊടുത്തിട്ട് വീണ്ടും ഒരു 30 സെക്കൻഡ്, അങ്ങനെ ഒരു 3 തവണയായിട്ട് ഈ ഒരു ജമ്പിങ് ഒന്ന് ചെയ്യാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ജമ്പിങ് ജാക്ക് ചെയ്യാം. ജമ്പിങ് ജാക്ക് ചെയ്യുന്നത് എന്താ, നമ്മൾ ഈ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ലെഗ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം, പുറത്തേക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കൈകൾ രണ്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലേക്കാണ്. വീണ്ടും തിരിച്ചിട്ട് ക്രോസ് ചെയ്യുന്ന സമയത്ത് കൈ ഡൗൺ ചെയ്യാം. ഇത് ഒരുമിച്ചാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ ഒരുമിച്ചാണ് ഈ മൂവ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു മൂവ്മെൻറ്റ് നോക്ക്, നമ്മൾ ജമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാലിൻ്റെ ഹീല് ബാക്കിൽ ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്യുക. കൈ ഇവിടെ ഒന്ന് സീറ്റിൻ്റെ അവിടെ ഇതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ടച്ച് വരുന്ന രീതിയിലാണ് ആ ഒരു ജമ്പ് വരുന്നത്. അപ്പോൾ അത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് ഓരോ കാലമായിട്ട് ടച്ച് ചെയ്തിട്ട് ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. അത് നമുക്കൊരു സ്ക്വാട്ടിൻ്റെ മൂവ്മെൻറ്റ് കൂടി ചെയ്യാം. ലെഗ് അല്പം വൈഡ് ചെയ്ത് വെക്കുക, കൈകൾ മുന്നിലേക്ക് ഇതുപോലെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക. ഇനി ഇവിടുന്നുണ്ട് ബോഡി ഇതുപോലെ ഒരല്പം വെയിറ്റ് കൊടുത്തുകൊണ്ട്, നിങ്ങളിങ്ങനെ തളർന്ന് ചെയ്യാതെ ബോഡി ഒരല്പം ടൈറ്റ് കൊടുത്തുകൊണ്ട് വേണം ഈ ഒരു പോസ് കൊണ്ട് ഇതുപോലെ. ബോഡി സ്ട്രൈറ്റ് ആയിട്ട് ഫ്രണ്ടിലേക്ക് ബെൻഡ് കൊടുക്കാതെ അപ്പർ ബോഡി സ്ട്രൈറ്റ് ആയിട്ട് വേണം ചെയ്യുമ്പോൾ. അത് നമുക്ക് ഇനി ഒരു പുഷപ്സ് എടുക്കാം. ഷോൾഡറിൻ്റെ വിത്തിലേക്ക് കൈകൾ ഇതുപോലെ വെക്കുക. നമ്മൾ ഷോൾഡറിൻ്റെ ഒരു ഡിസ്റ്റൻസിലാണ് ഈ ഒരു കൈ വെക്കുന്നത്. ഇനി കാലിൻ്റെ ടോ താഴെ ടച്ച് ചെയ്തിട്ട് കാല് സ്റ്റഡിയാക്കി വെക്കുക. അതുപോലെ നടുവ് വളയാതെ, ഇങ്ങനെ വളയാതെ സ്റ്റഡിയാക്കി വെക്കുക. ഇത് ഉയർന്നു പോകണ്ട, കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ടിരുന്നാൽ മതി. ഇനി ഇവിടുന്ന് ഇതുപോലെ ഒന്ന് ഡൗൺ ചെയ്യുക, വീണ്ടും അപ്പ് ചെയ്യുക. ലുക്ക് നിങ്ങൾ താഴേക്ക് ഇങ്ങനെ നോക്കാതെ ഫ്രണ്ടിലേക്ക് ഇവിടെ ലുക്ക് കൊടുത്തുകൊണ്ട് ഇതുപോലെ നോക്കിക്കൊണ്ട് അടുത്തൊരു മൂവ്മെൻറ്റ് ചെയ്യാം. നമുക്ക് നീ മുന്നിലേക്കൊന്ന് റൈസ് ചെയ്തുകൊണ്ട്, അപ്പോൾ ആ സമയത്ത് കൈകൾ ഇതുപോലെ നമ്മുടെ ഹെഡിൻ്റെ ബാക്കിൽ ഇതുപോലെ നെക്കിലേക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിക്കുക. അതിനുശേഷം ലെഗ് ഓപ്പോസിറ്റ് ലെഫ്റ്റ് ലെഗ് ഒന്ന് റൈസ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ റൈറ്റ് എൽബോ മുട്ട് കൈ ഉണ്ടോ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ബോഡി ഒന്ന് ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്തുകൊണ്ട് ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്തുകൊണ്ട് 1 2 ഇതുപോലെ 1 സൈഡ്.
അത് നമുക്ക് അടുത്തൊരു മൊമെൻറ്റ് ലെഗ് ഒന്ന് ഫ്രണ്ടിലേക്ക് റൈസ് ചെയ്യുക. കൈകൾ രണ്ടും നമ്മുടെ ഷോൾഡറിൻ്റെ ലെവലിൽ ഇതുപോലെ നേരെ വെക്കുക. പിന്നെ ഓരോ കാലെടുക്കുക. ലെഫ്റ്റ് ലെഗ് എടുക്കുന്ന റൈസ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് കൈയിലേക്ക് ഈ ഒരു പാർട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് തിരിച്ചു പോവുക. അടുത്ത ലെഗ് എടുക്കുമ്പോൾ ഇവിടെ വന്നൊന്ന് ടച്ച് ചെയ്യുക. മുട്ടുകാല് വളയാതെ പരമാവധി ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് എടുക്കാൻ നോക്കണ്ട. ഇതുപോലെ ഓരോ കാലും ജസ്റ്റ് ഒന്ന് ടച്ച് അവിടെ കൊടുക്കുക. കൈ താഴേക്ക് ടച്ച് ചെയ്യാതെ ലെഗ് മാക്സിമം ഷോൾഡറിൻ്റെ ആ ഒരു ഹൈറ്റിലേക്ക് 1 2 ഇതുപോലെ. ബോഡി സ്ട്രൈറ്റ് ആയിട്ട് വരാൻ ശ്രദ്ധിക്കുക. ബോഡി ബെൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബെൻഡ് പോവാതെ ഈ ഒരു ബെൻഡ് പോവാതെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ. അപ്പോൾ അടുത്ത നമുക്കൊരു ഫ്രീ റണ്ണിങ് കൊടുക്കാം. അപ്പോൾ ചെയ്യുമ്പോഴത്തേക്കും സ്ലോവിൽ നമ്മളൊരു റൺ ചെയ്യുന്നത് പോലെ തന്നെ കൈയുടെ ആക്ഷൻ ജസ്റ്റ് വേണ്ട. ഇതുപോലെ 1 2 1 ഇതുപോലെ ജസ്റ്റ് ആക്ഷൻ ഇതുപോലെ തുടങ്ങുക. ഇത് അല്പം കൂടി സ്പീഡായിട്ട് നിങ്ങൾ ആദ്യം ചെയ്തു തുടങ്ങുന്ന സമയത്ത് നോർമലി ഈ ഒരു സ്പീഡ് പോയാൽ മതി. പക്ഷെ നിങ്ങൾക്കിത് ആവശ്യമെങ്കിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് നമുക്കിതൊരു സ്പീഡ് കൂട്ടാം. ഒരു സ്പ്രിൻറ്റ് ചെയ്യുന്നത് പോലെ നല്ലൊരു കാർഡിയോ ആണിത്. അപ്പം സ്പ്രിൻറ്റ് ചെയ്യുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു ആക്ഷൻ. നമുക്ക് സ്പീഡ് കൂട്ടി കൂട്ടി എടുക്കും. നമുക്ക് അടുത്തൊരു മൊമെൻറ്റ് ഒരു ജമ്പിങ് സ്കോട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നേരത്തെ സ്കോട്ട് ചെയ്തു, അപ്പോൾ അതുപോലെ ഒരു ജമ്പിങ്ങിൻ്റെ ആക്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡീപ്പായി ഇനി അപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്നുണ്ട വീണ്ടും ഇതിൽ ഡൗൺ ചെയ്യുമ്പോൾ അല്ല ഇതുപോലെയാണ്. ടോയിലേക്കാണ് ഈ ഒരു ആക്ഷൻ വരേണ്ടത്. നമ്മൾ കാല് പാരലായിട്ട് ടച്ച് ചെയ്യാതെ കാലിൻ്റെ ഫ്രണ്ട് വശം വേണം താഴെ ടച്ച് ആവേണ്ടത്. അപ്പോൾ അടുത്തൊരു മൂവ്മെൻ്റായിട്ട് നമുക്ക് മൗണ്ടൻ ക്ലൈംബിങ് എന്നൊരു മൂവ്മെൻറ്റ് നോക്കാം. നമ്മൾ പുഷപ്സ് ചെയ്യുന്നത് പോലെ തന്നെ പൊസിഷനിലാണ് നിൽക്കുന്നത്. അല്ല ഇതുപോലെയാണ് നിൽക്കുന്നത്. ഇനി ഇത് ചെയ്യേണ്ട വിധം നിങ്ങളുടെ കാല് മുട്ടുകാല് വേണം. ഒരു കാല് ഇതുപോലെ മടക്കി ഫോൾഡ് ചെയ്തിട്ട് താഴെ ഇവിടെ ടച്ച് ചെയ്യേണ്ട ഹൈറ്റിൽ എയർ നിർത്തുക. ഇതിവിടെ ഒന്നിങ്ങനെ സ്റ്റോപ്പ് ചെയ്യുക. ഇത് തിരിച്ചു പോകുന്ന സമയത്ത് അടുത്ത ലെഗ് വേണ്ട ഒന്നിങ്ങനെ ജമ്പ് ചെയ്തിട്ട് ആ ഒരു ആക്ഷനിൽ തിരിച്ചിവിടെ ഒന്ന് ഹോൾഡ് ചെയ്യുക. വീണ്ടും അടുത്ത വേണ്ട 1 2 1 2 ഇത് 1 by 1 ആയിട്ട് അല്ല ഇതുപോലെയാണ് മൗണ്ടൻ ക്ലൈംബിങ് എന്ന് പറഞ്ഞ എക്സസൈസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് കമൻറ്റും ചെയ്യുക. അതുപോലെ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള ഫിറ്റ്നസ് സംബന്ധമായിട്ടുള്ള വർക്കൗട്ടുകൾ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.